വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ആധാർ രേഖയായി സ്വീകരിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസേഴ്സിന് നിർദ്ദേശം നൽകി 12ാമത് രേഖയായിട്ടാകും ആധാർ സ്വീകരിക്കുക. വിവരങ്ങൾ നൽകുന്നത് അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന്. ആധാർ രേഖയായി സ്വീകരിക്കാം, എന്നാൽ ആധാറിനെ പൗരത്വ രേഖയായി കണക്കാക്കില്ല എന്ന് ആവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പറയൂ അജീഷ്, കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഇത് സംബന്ധിച്ച ഒരു നിർണായക യോഗം കഴിഞ്ഞ ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി നടത്തിയത്. അന്ന് ഈ പ്രധാനമായും ഈ രാജ്യമെമ്പാടും ഈ SIR നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളായിരുന്നു നടന്നത്. അതിന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഒപ്പം ഒക്ടോബറോടെ രാജ്യമൊട്ടാകെ തന്നെ ഈ SIR നടപ്പിലാക്കാൻ, വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ അതിന്റെ നടപടികൾ തുടങ്ങണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഏതൊക്കെ രേഖകൾ വേണം പരിശോധിച്ച് ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ എന്നുള്ള ഒരു അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരോട് ചോദിച്ചത്. അതിനിടയിലാണ് ഈ ആധാറിന്റെ കാര്യവും മുന്നോട്ട് വന്നത്. ആധാറും സ്വീകരിക്കാം എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയിൽ ഇത് കേസായിട്ട് വന്നപ്പോൾ ആധാറും രേഖയായി പരിഗണിക്കാം എന്ന് സുപ്രീം കോടതി തന്നെ വാക്കാൽ പരാമർശിച്ച് ഉത്തരവിട്ടിരുന്നു. ബീഹാറിലാണ് നിലവിൽ ഇപ്പോൾ രാജ്യത്ത് വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന്റെ കരട് പട്ടിക മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ ആക്ഷേപങ്ങളൊക്കെ കേൾക്കുന്ന നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. വൈകാതെ തന്നെ അതിന്റെ അന്തിമ പട്ടികയും വരും. അപ്പോൾ ഈ രാജ്യമെമ്പാടും ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ 11 നേരത്തെ മാനദണ്ഡ പ്രകാരം 11 രേഖകളാണ് സ്വീകരിക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അതിന്റെ കൂടെ ഇനി ആധാറും സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ പൗരനല്ല എന്ന് ഏതെങ്കിലും വ്യക്തിയെ സംശയമുണ്ടെങ്കിൽ അയാൾക്ക് ഈ ആധാർ മാത്രമല്ല, അയാൾക്ക് കൂടുതൽ രേഖകൾ കാണിക്കേണ്ടി വരും, അയാളുടെ പൗരത്വം തെളിയിക്കാൻ എന്നുകൂടി വ്യക്തമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ആധാറും രേഖയായി ഇനി കണക്കാക്കാൻ കഴിയും. 12ാമത് രേഖയായിട്ടാകും ആധാർ സ്വീകരിക്കുക. പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കുന്നു, ആധാറിനെ പൗരത്വ രേഖയായി കണക്കാക്കില്ല. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.